ഹലോ, വെൽക്കം ബാക്ക് ടു ഇഗ്നോപ്പൽസ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് എങ്ങനെ ഫില്ല് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തു എന്ന ഒരു പ്രൂഫിന് വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ അവിടെ കൊടുത്ത് എത്ര സബ്ജക്റ്റ് സബ്മിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇതിലെഴുതി അവിടുന്ന് സീല് വാങ്ങിയിട്ട് നമ്മൾ കൊണ്ടുവരണം. ഇൻ കേസ് അസൈൻമെൻറ്റ് മിസ്സായാലൊക്കെ ഇത് ഹെൽപ്ഫുള്ളാകും. അപ്പോൾ ആദ്യം തന്നെ എൻറോൾമെൻറ്റ് നമ്പറാണ് നിങ്ങളുടെ ID കാർഡിലുള്ളതുപോലെ എഴുതുക. പിന്നെ നിങ്ങളുടെ പേര്, പിന്നെ ഏത് മീഡിയം ആണെങ്കിൽ അത്, പിന്നെ പ്രോഗ്രാം ടൈറ്റിൽ ആൻഡ് കോഡുന്നുണ്ട്. അതിപ്പോൾ BCom ആണെങ്കിൽ BCom F, എന്നിട്ട് ബാച്ചിലർ ഓഫ് കൊമേഴ്സ്, അങ്ങനെ MCom ആണെങ്കിൽ MCom, എന്നിട്ട് ഏതാണെങ്കിൽ അങ്ങനെ അതാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഉള്ളത് നമ്മുടെ സ്റ്റഡി സെൻറ്റർ കോഡാണ്. അതും നമ്മുടെ ID കാർഡിൽ ഉണ്ടാവും. പിന്നെ റീജിയണൽ സെൻറ്റർ കോഡ് അത് നമ്മുടെ ID കാർഡിൽ ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങളുടെ ഇമെയിൽ ID, മൊബൈൽ നമ്പർ. ഇനി നിങ്ങൾ എത്ര സബ്ജക്റ്റാണോ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത് അത്രയും സബ്ജക്റ്റിൻ്റെ ലിസ്റ്റ് എഴുതുക. അത് നമ്മുടെ അസെൻഡിങ് ഓർഡറിൽ എഴുതണമെന്നാണ് പൊതുവേ സ്റ്റഡി സെൻറ്റേഴ്സ് പറയാറുള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് കൺഫേം ചെയ്തിട്ട് അതുപോലെ എഴുതുക. എന്നിട്ട് നമ്മുടെ സൈനും ഡേറ്റും എന്നാണ് സബ്മിറ്റ് ചെയ്യുന്നത് ആ ഡേറ്റും. പിന്നെ ലാസ്റ്റ് ഉള്ളത് അവിടുന്ന് അവർ സീല് വെച്ചിട്ട് നമുക്ക് തരുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇത് ഫില്ല് ചെയ്യാനായിട്ടുള്ളത്. ഇനി ഇതുപോലത്തെ ഇഗ്നോ കോണ്ടൻസിനായിട്ട് നമ്മൾ ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് തന്നെ വരട്ടെ ആയിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.